നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നയൻ ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങളെ പേഴ്സൺ പേടിച്ച് നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുവാണെങ്കിൽ അവർക്കൊരു ഭയമുണ്ട്. ഈ റിലേഷനിലോട്ട് തിരികെ വരാൻ അവർ പേടിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ചിലപ്പോൾ മറ്റുള്ള ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെ ഭയന്നിട്ടായിരിക്കാം. ഈ റിലേഷന് എതിർപ്പുള്ള മറ്റ് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അതിനെ ഭയന്നായിരിക്കും അവർ വരാതിരിക്കുന്നത്. എന്തായാലും അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഭയന്ന് അവർ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ സാഹചര്യം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം. എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം ഈ റിലേഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത് എന്ന് അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ റിലേഷൻ റെഡിയാക്കി എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. അത് റെഡിയാക്കാൻ അവർ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്തൊരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു റിലേഷനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ പേഴ്സൺ ഭയപ്പെടുന്ന, നേരിടാൻ അവർക്ക് ധൈര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഫാമിലി ഈ ഒരു റിലേഷന് അനുകൂലമല്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടെങ്കിൽ അതിനെ അവർ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള റിലേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അവരതിനെ ഭയപ്പെടുന്നു. ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ അവർക്കില്ല എന്നാണ് കാണിക്കുന്നത്. ക്യൂനോ കപ്സ് എനർജിയാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളാണ് അവരെ കെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്നേഹം ആവശ്യമാണ് മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും ആ ഒരു സപ്പോർട്ടുമാണ് അവരെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു അത്രയും ബുദ്ധിമുട്ടി ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്നത്. അതായത് അവര് ടോട്ടലി തകർന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് അവരെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏത് രീതിയിലെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യണം, ഈ റിലേഷനിലോട്ട് തിരികെ വരണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു പേടിച്ചു നിൽക്കാതെ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് എന്താണ് പോംവഴി എന്നുള്ളത് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ ഫുൾ കാർഡാണ്. ഇപ്പം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിലോട്ടാണ് അവരിപ്പോൾ എത്തിയിട്ടുള്ളത്. അവർക്ക് തോന്നുന്നത് ഇനിയും ഇങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇവിടെ ഞാനൊരു ആക്ഷൻ എടുക്കണം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്.
ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. എന്നാലും ചില സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റായി പോവോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യം ശരിയാണോ, അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യാനോ അവർ എടുക്കുന്ന ആക്ഷൻ ശരിയാണോ അല്ലയോ എന്ന് മറ്റൊരാളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ഡിസിഷൻ ശരിയാണോ എന്നുള്ള ഒരു ഭയം അവരെ ഇങ്ങനെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. ടു ഓഫ് സോഴ്സ് എനർജിയാണ്. നെഗറ്റീവ് തോട്ട്സ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ ആണ് അവർക്ക്. അവർ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നും ശരിയാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. സത്യത്തിൽ ഒരു കണ്ണടച്ചൊരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനെ മറികടക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളെ അവര് വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് കാണുന്നത്. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെൽഫ് ഗ്രോത്തിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അതിന്റെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനമൊക്കെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്താണ്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും പിന്നീട് നിങ്ങളെപ്പോലെ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ. ത്രീ ഓഫ് വാൺസ് എനർജിയാണ്. അവരിപ്പം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ തന്നെ അവർ ഉറച്ചിരിക്കുകയാണ്. അവരൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ റിലേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പേടിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് പവറിലോട്ട് അവർ എത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാവധാനം മാത്രമേ ആ ഒരു എനർജിയിലോട്ട് അവർ വരുള്ളൂ. പക്ഷെ അവരങ്ങനെ ഒരു എനർജിയിലോട്ട് ചേഞ്ച് ആവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കാർഡ് നോക്കാം. ചേസർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസിങ് എനർജിയിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇതുവരെ അവർ സ്റ്റെക്കായിട്ടാണ് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പേടിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സാവധാനം ഒരു ചേസിങ് എനർജിയിലോട്ട് മാറി വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇൻസെപ്പറബിൾ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങളെ തമ്മിൽ അകറ്റാനോ മാറ്റി നിർത്താനോ പറ്റില്ല. നിങ്ങളെ പിരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇനിയിപ്പോൾ ഒരു തേർഡ് പേഴ്സൺ വന്ന് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെ ആയാലും, എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് കാണിക്കുന്നത്. കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു സോൾ കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് ആണ് ഈ റിലേഷനെ എല്ലാ കാലത്തും നിലനിർത്തുന്നത് എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെ ഒരു ഇഷ്യൂസ് വന്നാലും പരസ്പരം വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരു കാന്തികമായിട്ടുള്ള ഒരു ആകർഷണം നിങ്ങൾ തമ്മിൽ വരുന്നത് അതുകൊണ്ടാണെന്നുള്ളതാണ് കേട്ടോ. ഇൻഡിസിസീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് അറിയാം അവര് ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ആയതുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യാത്തത്. പക്ഷെ അങ്ങനെ അവർ ചെയ്യാത്തത് നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളെ പേഴ്സൺ ഉണ്ട്. അതിന്റെ പേരിൽ അവർ സ്വയം വേദനിക്കുന്നു കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1989 കാർത്തിക, ഡിസംബർ, ലെറ്റർ ഡി, 1993, 2000, 1986, 1998, പൂരം, ചതയം, മൂലം,
ലെറ്റർ വൈ, ലെറ്റർ യു, ലെറ്റർ എഫ്, ചിത്തിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.